അപ്പുവിന്റെയും കൂട്ടുകാരുടെയും കഥ കേട്ടാലോ? കാട്ടരുവിയുടെ തീരത്ത് അപ്പു എന്നൊരു കരടികുട്ടനുണ്ടായിരുന്നു. മറ്റുള്ളവരെ പേടിപ്പിക്കുകയായിരുന്നു അവന്റെ വിനോദം. ഒരു ദിവസം അപ്പു കാട്ടരുവിയുടെ അരികിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് കണ്ണൻ പുലി കാട്ടരുവിയുടെ അരികിലെ ഒരു പാറയിൽ ചാരി ഇരിക്കുന്നത് കണ്ടത്. പുലിച്ചേട്ടനെ ഒന്ന് പേടിപ്പിക്കാം, അപ്പു വിചാരിച്ചു. എന്നിട്ട് അവൻ പുലിയുടെ അരികിലെത്തിയിട്ട് ഒറ്റ കരച്ചിൽ. പേടിച്ചു വിറച്ച പുലി അയ്യോ മാമോ ഇന്ന് കരഞ്ഞു ചാടി എണീറ്റു. വെപ്രാളത്തിനിടയിൽ കാൽ തെറ്റി അവൻ കാട്ടരുവിയിൽ വീണു. പിന്നീട് ഒരു വിധത്തിലാണ് പുലി കരയ്ക്ക് കയറിയത്. ദുഷ്ട, നീ ഇതിനെ അനുഭവിക്കും എന്ന് പറഞ്ഞിട്ട് പുലി വീട്ടിലേക്ക് മടങ്ങി. ആ ദിവസം അപ്പു കാട്ടിലെ ചെതുപ്പിനരികിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് മാക്കാൻ തവളയെ കണ്ടത്. അവൻ കുളക്കരയിലെത്തിയപ്പോൾ തവള പറഞ്ഞു, ചേട്ടാ ഇങ്ങോട്ട് വാ, നമുക്ക് നീന്തി കളിക്കാം. അപ്പുവിന് അത് പിടിച്ചില്ല. എന്നെ കളിയാക്കുന്നോടാ. അവൻ ചെതുപ്പിലേക്കിറങ്ങി. പക്ഷേ അവന്റെ രണ്ടു കാലുകളും ചെതുപ്പിൽ കുടുങ്ങി. അയ്യോ മമ്മി, അവൻ പറഞ്ഞു. അതുകൊണ്ട് തവള പറഞ്ഞു, മറ്റുള്ളവരെ പേടിപ്പിക്കുന്നതിനുള്ള ശിക്ഷയാണത്. ഗുണപാഠം, മറ്റുള്ളവരെ ദ്രോഹിച്ചാൽ തിരിച്ചും ശിക്ഷ കിട്ടും.